ജീവിതത്തിൽ ഓരോ തിരക്കിൻ്റെ ഇടയിൽ നമുക്കും നമ്മുടെ കൂടെയുള്ളവർക്കും വേണ്ടി സമയം കണ്ടെത്താൻ നമ്മൾ ഉറപ്പായിട്ടും ശ്രമിക്കണം കേട്ടോ. പിന്നീടായിട്ട് അത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നടക്കുമെന്ന് ഒരു ഉറപ്പുമില്ലാത്ത കാര്യമാണ്. അപ്പം ഞാനും എൻ്റെ ഫ്രണ്ടും കൂടി ഒരുപാട് നാളുകൾക്ക് ശേഷം ഒരുമിച്ച് ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരു ഹോട്ടലിൽ വന്നിരിക്കുകയാണ്. ഞങ്ങൾ രണ്ടുപേരും കുറേ നാൾ കൂടി കണ്ടതിൻ്റെ ഒരു സന്തോഷത്തിലും കുറേ വർത്തമാനം പറയാനുള്ള ആ ഒരു ഇതിലൊക്കെയാണ് ഇരിക്കുന്നത്. ഞങ്ങൾ തമ്മിൽ എപ്പോൾ കണ്ടാലും ഞങ്ങൾക്ക് ഒരുപാട് വിശേഷങ്ങൾ പറയാനുണ്ടാവും കേട്ടോ. അതിനകത്ത് കുറേ സങ്കടങ്ങളുണ്ടാവും, കുറേ സന്തോഷങ്ങളുണ്ടാവും, കുറേ എക്സ്പെക്റ്റേഷൻസ് ഉണ്ടാവും, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം ഞങ്ങളിന്ന് ഊണാണ് ഓർഡർ ചെയ്തിരിക്കുന്നത് കേട്ടോ. ഞാൻ വെജും അവൾ നോൺ വെജും ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് കേരക്കറിയാണോ ചൂരക്കറിയാണോ എന്നറിയില്ല, അങ്ങനെ മീൻകറിയൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് പിന്നെ വെജായിരുന്നെങ്കിൽ ഒരുപാട് കറികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. സാമ്പാർ, മോര്, ചമ്മന്തിയൊക്കെ ഒരു രക്ഷയിലായിരുന്നു, നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. പിന്നെ ഇതിൻ്റെ കൂടെ കപ്പക്കറിയൊക്കെ ഉണ്ടായിരുന്നു. ഇത് നമ്മൾ കഴിച്ച റെസ്റ്റോറൻറ്റിൻ്റെ തൊട്ടടുത്ത് തന്നെ സ്ഥലമാണ് കേട്ടോ. നല്ല അടിപൊളി വൈബാണ് ഇവിടെ നിന്ന് ഇങ്ങനെ ഊഞ്ഞാലൊക്കെ ആടുമ്പോൾ. ഞാനപ്പോൾ കുറച്ച് നേരം അവളെ ആട്ടി കൊടുത്തു, അത് കഴിഞ്ഞ് അവൾ എന്നെ ആട്ടി തന്നു. പിന്നെ ഞങ്ങൾ മാറി മാറി ഒറ്റയ്ക്ക് ഇരുന്ന് ആടി. അങ്ങനെ കുറേ നാളായിട്ട് ഊഞ്ഞാലൊക്കെ ആടിയിട്ട് അപ്പോൾ അങ്ങനെയൊക്കെ ഇരുന്ന് ആടി. എന്താ പറയുക, ഒരു നൊസ്റ്റാൾജിക് ഫീലായിരുന്നു കേട്ടോ. നല്ല രസമാണ് കേട്ടോ. ആ ഒരു പച്ചപ്പും ഇങ്ങനെ ഒരു നല്ല അടിപൊളിയായിട്ട് അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ആ ഒരു ഊഞ്ഞാലിൻ്റെ ഇതൊക്കെ. പുറത്ത് നല്ല വെയിലാണെങ്കിലും ഊഞ്ഞാലിരിക്കുന്ന ആ ഒരു സൈഡ് നല്ല തണലുള്ള സ്ഥലമാണ് കേട്ടോ. പണ്ട് അച്ഛൻ്റെയും അമ്മയുടെയും കൈയൊക്കെ പിടിച്ച് നമ്മൾ ഇതുപോലെ പാർക്കിലൊക്കെ പോയി ഊഞ്ഞാലിടുന്ന ആ ഒരു നൊസ്റ്റാൾജിക് ഫീലാണ് കേട്ടോ എനിക്കിങ്ങനെ ആടുമ്പോൾ കിട്ടിക്കൊണ്ടിരുന്നത്. പിന്നെ ഞങ്ങൾ നേരെ പോയത് സ്കാൻഡിലോട്ടാണ് കേട്ടോ. അവിടെ ഒരുപാട് വെറൈറ്റിയിലുള്ള ഐസ്ക്രീംസ് ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഫസ്റ്റ് ടൈമാണ് കേട്ടോ അവിടെ കയറുന്നത്. അതുകൊണ്ട് തന്നെ ഏത് ഫ്ലേവറാണ് സെലക്ട് ചെയ്യേണ്ടതെന്നുള്ള ആകെ ഒരു കൺഫ്യൂഷനിലായിരുന്നു കേട്ടോ ഞങ്ങൾ രണ്ടുപേരും. പിന്നെ ഇഷ്ടപ്പെട്ട ഒരു 3-4 ഫ്ലേവേഴ്സ് അങ്ങ് എടുത്തു. അവൾ കിറ്റ്കാറ്റും ചോക്ലേറ്റും ആണ് കേട്ടോ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാനാണെങ്കിൽ ടെൻഡർ കോക്കനറ്റും ചിക്കും ആണ് എടുത്തിട്ടുണ്ടായിരുന്നത്. എല്ലാം ഒന്നിനൊന്നും വെച്ചായിരുന്നു. ചിക്കു ഒക്കെ ആണെങ്കിൽ അതിൻ്റെ ആ ഒരു തരിതരിപ്പൊക്കെ നന്നായിട്ട് ആ ഐസ്ക്രീമിൽ അറിയാൻ പറ്റുന്നുണ്ടായിരുന്നു. പിന്നെ കിറ്റ്കാറ്റിനകത്ത് ആ ഒരു പീസൊക്കെ അതേപോലെ തന്നെ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ ഐസ്ക്രീമിൻ്റെ ഉള്ളിൽ. നല്ല അടിപൊളിയായിരുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടതിനാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു.